തൃശ്ശൂരിലേക്കാണ്. അവിടെ കോർപ്പറേഷനിൽ മുന്നണികൾക്ക് വിമത ഭീഷണിയുണ്ട്. UDF-നെതിരെ 6 LDF-നെതിരെ 4 വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ജയം പ്രതീക്ഷിക്കുന്ന വടൂക്കര വാർഡിൽ BJP-ക്കും ഒരു വിമതനുണ്ട്. ഇടത്തിരുത്തി അതിരപ്പള്ളി പഞ്ചായത്തുകളിൽ കോൺഗ്രസിന്റെ നാമനിർദ്ദേശ പത്രിക അവസാന നിമിഷം തള്ളിയതും UDF-ന് തിരിച്ചടിയായി. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, അവിടെ കോർപ്പറേഷനിൽ ഇത്തവണ ഏതാണ്ട് ത്രികോണ പോരാട്ടം എന്ന് അവകാശപ്പെടുന്ന തരത്തിൽ വലിയ രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ. എന്താണ് കോർപ്പറേഷനുകളിലെയും ഒപ്പം പഞ്ചായത്തുകളിലെയും ഒക്കെ ഈ വിമതരുടെ സാന്നിധ്യം? അത് ആർക്കൊക്കെ എവിടൊക്കെ വെല്ലുവിളിയാകുന്നുണ്ട്? വിജയകുമാർ, ഈ വിമതരുടെ സാന്നിധ്യം എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ ബോധ്യപ്പെടുത്തിയതാണ്. കാരണം LDF-ഉം കോൺഗ്രസും തുല്യ സീറ്റിൽ ഈ അധികാരം പിടിക്കുന്നു. ആ സമയത്ത് കോൺഗ്രസിന്റെ വിമതനായിരുന്ന MK വർഗീസിനെ ഒപ്പം കൂട്ടിയാണ് 5 വർഷവും LDF തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിച്ചത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇക്കുറിയും കോൺഗ്രസിന് തലവേദനയായി വിമതന്മാർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DCC സംബന്ധിച്ച് സാധാരണ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കാര്യമായ വിമത ഭീഷണി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം നടത്തിയെങ്കിൽ പോലും തൃശ്ശൂർ കോർപ്പറേഷനിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ 6 വിമതന്മാർ കോൺഗ്രസിനും UDF-നും വെല്ലുവിളി തീർക്കുന്നു. അത് എടക്കുന്നി, ഒല്ലൂർ സെന്റർ, കുരിയച്ചിറ, മിഷൻ ക്വാർട്ടേഴ്സ്, പാട്ടരാക്കൽ, പൂത്തോൾ എന്നിവിടങ്ങളിലാണ് UDF വിമതർ എത്തുന്നത്. ഇതിൽ കുരിയച്ചിറയിൽ K മുരളീധരന്റെ പ്രിയപ്പെട്ട അനുയായിയായിട്ടുള്ള സജീവൻ കുരിയച്ചിറയാണ് മത്സരിക്കുന്നത്. അവിടെ സജീവൻ കുരിയച്ചിറക്ക് എതിരെ വിമത സ്ഥാനാർത്ഥി എത്തുന്നു. അങ്ങനെ കോൺഗ്രസ് ജയസാധ്യത കൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഡിവിഷനുകളിലാണ് ഈ വിമതരുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നത്. LDF-നാകട്ടെ 4 ഇടങ്ങളിൽ അവർക്കും വിമതരുടെ ഭീഷണിയുണ്ട്. കോട്ടപ്പുറം, കൃഷ്ണാപുരം, പറവട്ടാനി, അതുപോലെ തന്നെ പടവരാട് എന്നിങ്ങനെയാണ്. ഈ കൃഷ്ണാപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൃഷ്ണാപുരം ഡെപ്യൂട്ടി മേയർ ആയിരുന്ന ബീന മുരളിയാണ് അവിടെ ഈ വിമതയായി എത്തുന്നത്. ബീന മുരളിയെ സംബന്ധിച്ച് ഡെപ്യൂട്ടി മേയർ ആയിരുന്നു. 2 തവണയിലധികം CPI-യുടെ കൗൺസിലർ ആയിരുന്നു. ഇത്തവണ ആ സീറ്റ് ജനതാദളിന് കൊടുക്കുകയും അതോടുകൂടി ബീന മുരളി പാർട്ടിയുമായി അകന്ന് അവിടെ സ്വതന്ത്രമായി മത്സരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുമായിരുന്നു. CPI അവർക്കെതിരെ അച്ചടക്ക നടപടിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ കൃഷ്ണാപുരത്ത് ബീന മുരളിക്ക് വലിയ സ്വാധീനമുണ്ട്. അങ്ങനെ LDF-ന് ജയിച്ചു കയറും എന്ന് ഉറപ്പാക്കുന്ന പല സീറ്റുകളിലും ഈ വിമതർ വെല്ലുവിളി തീർക്കുന്നു. BJP സംബന്ധിച്ച് ഈ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലത്ത് വടൂക്കര BJP ഏറെ പ്രതീക്ഷ വെക്കുന്ന A ക്ലാസ് ഡിവിഷനാണ്. അവിടെയാണ് വിമത സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അവസാന നിമിഷം വരെ ആ വിമത സ്ഥാനാർത്ഥി പിൻവലിക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തി. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ആതിരയെ അടക്കം ഈ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിയത് തൃശ്ശൂരിൽ നാടകീയമായി നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഇപ്പോഴും BJP-ക്ക് തലവേദനയായി ഒരു വിമത വടൂക്കരയിൽ തുടരുന്നു. അതോടൊപ്പം തന്നെ ഇന്നുണ്ടായത് 2 പത്രികകൾ തള്ളി എന്നുള്ളതാണ്. അതിരപ്പള്ളി പഞ്ചായത്തിലാണ് അതിൽ ഒരു പത്രിക തള്ളിയിരിക്കുന്നത്. അതിരപ്പള്ളി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പോൾസൺ അവിടെ ഈ കരാർ ജോലികൾ എടുത്തിട്ടുണ്ട്. ആ കരാർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ പഞ്ചായത്തിൽ കരാർ ജോലികൾ എടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കൊണ്ടാണ് ആ നാമനിർദ്ദേശ പത്രിക തള്ളുന്നത്. എടത്തുരുത്തിയിലേക്ക് വന്നാൽ അവിടെ 2-ാം വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഇർഷാദ് വലിയകത്തിന്റെ പത്രിക തള്ളുന്നു. അവിടെ പറയുന്നത് ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി 2 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. അത് അയോഗ്യതയായി പരിഗണിക്കണമെന്ന് പറയുകയും പിന്നീട് ഇന്ന് ഹിയറിംഗ് നടത്തിക്കൊണ്ടാണ് എന്തായാലും ഇർഷാദിനെ മാറ്റിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വന്നാൽ പലയിടങ്ങളിലും CPI-യും CPM-ഉം നേർക്കുനേരെത്തുന്നു. ചിലയിടങ്ങളിൽ UDF-ന്റെ സ്ഥാനാർത്ഥികൾ UDF വിമതരുണ്ട്. അതോടൊപ്പം തന്നെ മാളയിലേക്ക് വന്നാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ സ്വന്തം ജ്യേഷ്ഠൻ തന്നെ വിമതരായി മത്സരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. വിജയകുമാർ. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.